ഹണി റോസ് ഉണ്ടെന്ന് കേട്ടു. ആ അതുണ്ട് ഉണ്ട് ഉണ്ട്. അതൊരു ഡ്രിങ്കാണ്. അതെ അതെ, അല്ലാണ്ട് ഹണി റോസ് അല്ല. ഞാൻ പോണം, കഷ്ടപ്പെട്ടത് വെറുതെ. സാധാരണ ആണുങ്ങളാണ് എൻ്റെ അടുത്ത് ചോദിക്കാറുള്ളത്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് മീൻ പിടിക്കുന്ന സംഭവമാണ്. തെങ്ങി കയറിയാണോ മീൻ അയ്യോ, ഇത് പിടിക്കുന്നത്? തെങ്ങായിരുന്നോ? സോറി, ഞാൻ തെങ്ങ് കണ്ടില്ല. എന്നെ അങ്ങ് കൊല്ല്. മാന്ത്രിക മഴ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല, ഇപ്പൊ ഞാൻ കേട്ടു. അതെ, ഇപ്പൊ നോക്കിക്കോണം. അപ്പം ഓം ക്രീം കുട്ടിച്ചാത്ത മഴ പെയ്യട്ടെ പറഞ്ഞോ. ഓ മൈ ഗോഡ്, ഇത് മഴയും മഞ്ഞും എല്ലാം കൂടി ഒരു ഷെഫ് ഇവിടെ ഞാൻ രാവിലെ കുളിച്ച് സുന്ദരനായി അല്ലേ? അധികം തന്നെ മേക്കപ്പ് പോകും, അല്ലെങ്കിൽ ഞാൻ അതാ ഒരുപാട് നനയണ്ട. മൊത്തത്തിലൊരു വെള്ളത്തിന്റെ ആംബിയൻസ്. അപ്പൊ വെള്ളമാണ്. അല്ല, അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. നോ നോ ബാഡ് ഗേൾ. ഒരു കാളവണ്ടിയാണോ അത്? അതെ, ഒരു സൈഡിൽ ഞാനും ഒരു സൈഡിൽ മൂക്കനും. അങ്ങനെയാണ് ഞങ്ങൾ രണ്ട് കാളകളുടെ. അതെ, സന്തോഷമായല്ലേ? ഇതിനെന്താ പറയുക? സ്റ്റിയറിംഗ് ആണെന്ന് വിചാരിച്ചോ? ഇല്ല, ഞാൻ നേരിട്ട് ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ ചിന്തിക്കരുത്. ഇത് കംപ്ലീറ്റ് നമ്മൾ പാലക്കാടെന്ന് പുഴയുടെ അടിയിൽ പോയി നല്ല ചെളി വാരിയെടുത്ത്, മനസ്സിലായില്ലേ? കുറച്ച് സുധിയുടെ തലയിലുള്ളതും കൂടെ ചേർത്ത്. അല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നല്ല ചെളി കൊണ്ടുണ്ടാക്കിയ അല്ലേ? അങ്ങനല്ലേ തോന്നുന്നത്? പക്ഷേ തെർമോക്കോളാണ്. കേരളത്തിൽ ഇനി ആര് റെസ്റ്റോറൻറ്റ് തുടങ്ങിയാലും ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ റെസ്റ്റോറൻറ്റ് കിട്ടുന്നതിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് കിച്ചൺ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതെല്ലാം ഒരു ഷെഫുമായിട്ട് കൺസൾട്ട് ചെയ്ത് വളരെ ഉചിതമാക്കാം. കൂടെ തന്നെ അവർ വിളിച്ചിട്ട് പറയാം, എനിക്ക് വറുത്തരച്ച കോഴിക്കറി കഴിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് തീയൽ കഴിക്കാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. അതിന് പ്രത്യേക ചാർജസ് ഒന്നുമില്ല, ആ ഡിഷിൻ്റെ ബില്ലേ ഉള്ളൂ. അപ്പോൾ ഷെഫിൻ്റെ ഫുഡ് തന്നെ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് നമ്മൾ സ്റ്റൗവും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ലൈവ് കുക്കിംഗ്. ഞാൻ തന്നെ ബിഹൈൻഡ് ദി സ്റ്റൗ ഉണ്ടാവും. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഹലോ ഗൈസ്, നല്ല മഴയുള്ള ആംബിയൻസിൽ നല്ല വെറൈറ്റി ഫുഡ്. കേൾക്കുമ്പോൾ തന്നെ എന്താ മൂഡില്ലേ? അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് നമ്മൾ ഇന്നുള്ളത്. വേറൊന്നുമല്ല, ഷെഫ് നളിൻ ആൻഡ് മൂക്കെൻസ് ട്രോപ്പിക്കൽ ടോഡി ലോഞ്ച്. ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ ഫുഡും പരിപാടിയും ഒക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് വേറെ ആരുമല്ല, ഷെഫ് നളിൻ. ഹലോ ഷെഫ്, വീണ്ടും വന്നു. നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ്. എന്തോ വലുത് വരായിരുന്നു. അങ്ങനെ പറയുന്നത് തുടങ്ങുമ്പോ തന്നെ. അല്ല, എനിക്കെന്തോ വലുത് വരായിരുന്നാണെന്ന് പറഞ്ഞു. അതെ, അങ്ങനെ. എപ്പോ തുടങ്ങി പരിപാടി? എങ്ങനെയാണ് ഇവിടെ വന്നത്? ഇതിപ്പോ ആക്ച്വലി 2 മാസമായി. നമ്മൾ 3ാമത്തെ മാസത്തേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. മൊത്തത്തിലൊരു വെള്ളത്തിന്റെ ആംബിയൻസ്. അപ്പൊ ഫോർ എക്സാമ്പിൾ വെള്ളമാണ്. അല്ല, അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. നോ നോ ബാഡ് ഗേൾ. ഇതിപ്പോ നമുക്കൊരു മഴ, പിന്നെ പുഴ. അതെ, ഞാൻ ചോദിക്കാൻ വരായിരുന്നു. ഇവിടെ ഞാൻ ആദ്യം തന്നെ കേട്ടത് ഇവിടെ എപ്പോഴും നല്ല മഴയുടെ ആംബിയൻസ് ആണ്, പക്ഷെ ഇവിടെ നല്ല വെയിലാണ്. ഇവിടെ മഴ ഞാൻ പറയണം, ഈ കൊച്ചിനെ ഒന്ന് മഴ കാണിച്ചു കൊടുക്കാം. മാന്ത്രിക മഴ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല, ഇപ്പൊ ഞാൻ കേട്ടു. അതെ, ഇപ്പൊ നോക്കിക്കോണം. അപ്പം നമ്മളിപ്പം ഓം ക്രീം കുട്ടിച്ചാത്ത മഴ പെയ്യട്ടെ എന്ന് പറയുമ്പോൾ മഴ വരും. നോക്കിക്കോണം. ഒന്ന് പറഞ്ഞു കണ്ടോ? ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം അല്ലേ? അതെ. അപ്പൊ ഷെഫ് പറഞ്ഞ മാത്രമേ ഇത് വർക്ക് ആവുള്ളൂ? അല്ല, അങ്ങനല്ല. ഇവിടെ വരുന്നത് ആര് പറഞ്ഞാലും വരും. അപ്പൊ നമുക്ക് എപ്പോ വന്നാലും ഈ ഒരു മഴയുടെ ആംബിയൻസ് അല്ലേ? മഴ കൊണ്ട് വല്ലപ്പോഴും കുളിക്കണ്ടേ? ഞാൻ കുളിക്കാറുണ്ട്. ആണല്ലേ? ഓ മൈ ഗോഡ്, ഇത് മഴയും മഞ്ഞും എല്ലാം കൂടി ഒരു ഷെഫ് കൂടെ. ഞാൻ രാവിലെ കുളിച്ച് സുന്ദരനായി അല്ലേ? അധികം തന്നെ മേക്കപ്പ് പോകും, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് നനയണ്ട. പക്ഷെ ഇത് അടിപൊളിയാട്ടോ. നല്ല ശരിക്കും നല്ല ഈ വെയിലത്ത് ഒരു തണുത്ത ഒരു മഞ്ഞും മഴയൊക്കെ കൊള്ളുന്ന ഒരു ഫീൽ ഉണ്ട് ഇതിനകത്തേക്ക്. ഊട്ടിയിൽ നിൽക്കുന്ന ഫീലല്ലേ അല്ലേ? താങ്ക് യു സോ മച്ച്. പിന്നെ ഇത് നമ്മൾ ജോർജേട്ടൻ്റെ ഇതിൻ്റെ ഒരു ബിസിനസ് പാർട്ണർ ഉണ്ട് എൻ്റെ തന്നെ. ജോർജേട്ടൻ്റെ ഐഡിയ ആണ്. പുള്ളി അയർലൻഡിലൊക്കെ ആയതുകൊണ്ട് മൊത്തത്തിലൊന്ന് തണുപ്പിക്കാം ആൾക്കാരെ. ഈ മാത്രമല്ല, അകത്തും വെള്ളം പുറത്തും വെള്ളമാണല്ലോ. അതെ, അകത്തും വെള്ളം പുറത്തും വെള്ളം. നമ്മളിവിടെ കാരണം ഫുഡിന്റെ കൂടെ തന്നെ നമ്മൾ കലക്കില്ലാത്ത സ്നേഹവും കൂടെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന്റെ ഫുൾ ഇനിയുള്ള പരിപാടികൾ ഷെഫ് ഞങ്ങളെ കാണിച്ചു തരില്ലേ? പിന്നെന്താ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ബിഗിൻ ദ ടൂർ. നമുക്ക് ചെറിയ ഹട്ട്സ് ഉണ്ട്. ഇവിടെ വന്നപ്പോ തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള ആ ഒരു ഗ്രീൻ മാറ്റിൽ ഇങ്ങനെ ഹട്ട്സ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നല്ല ഒരു ഗുഡ് ഫീലിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. കാരണം ആൾക്കാർക്കെല്ലാം പൊതുവെ ഒരു സ്ട്രെസ്ഡ് ലൈഫാണ്. അപ്പോൾ അവർക്കൊരു വീക്കെൻഡ് വരാൻ ഇപ്പോൾ ഒരുപാട് ഫാമിലീസാണ് നമ്മളെ ഭക്ഷണം കഴിക്കാൻ വരുന്നത്. ഒരുപാട് NRIs വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വരുമ്പോൾ ഒരു കേരളീയൻ ആംബിയൻസ് കൊടുക്കുക. കേരളത്തിൻ്റെ വിഭവങ്ങളല്ലേ ഇപ്പോൾ നമ്മളിപ്പം ബേസിക്കലി ഇവിടെ സെർവ് ചെയ്യുന്നതെല്ലാം കേരളത്തിൻ്റെ സിഗ്നേച്ചേഴ്സാണ്.
അപ്പം കേരളത്തിൻ്റെ ഫുഡ് ഫോർമാറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. കേരളത്തിൻ്റെ വൈൻ അതെ. അതൊരു പ്രൗഡാണ്. കാരണം നമുക്കെന്ന് പറയുന്നത് ഇത്രയും പരിശുദ്ധമായ ഒരു വൈൻ സെർവ് ചെയ്യാൻ പറ്റുന്നത് നമ്മളതൊന്നും പ്രൊമോട്ട് ചെയ്യുന്നതല്ല. കാരണം ഈ ടൊടിക്കൊരു പ്രത്യേകത എന്ന് പറയുന്നത് വേൾഡിൽ ഈ യൂണിവേഴ്സിൽ തന്നെ നാച്ചുറലി ഫെർമെൻറ്റഡ് ആയിട്ട് വരുന്നൊരു ആൽക്കഹോൾ ടൊടിയാണ്. ഇത് ടൊടി പ്രൊമോട്ട് ചെയ്യാനല്ല. അതെ, ആൽക്കഹോൾ ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. അമിതമായാൽ അമൃതവും വിഷമെന്നാണ്. പക്ഷേ നമുക്കിത് വെച്ച് ഒരുപാട് പലഹാരങ്ങൾ ചെയ്യാം. വട്ടയപ്പം, കിണ്ണത്തപ്പം എന്നൊക്കെ പറയുന്ന കണക്ക് ഒരുപാട് പലഹാരങ്ങൾ ചെയ്യാം. അത് മാത്രവുമല്ല, നമ്മളിവിടുത്തെ ഫുഡ് ഫോറിൻ അട്രാക്ഷന് വേണ്ടിയാണ്. കാരണം കേരളത്തിലേക്ക് ആര് വന്നാലും അവരാരും ഈ പറയുന്ന ഷവായിയോ അല്ലേ, അല്ല അതല്ലല്ലോ എക്സ്പെക്ട് ചെയ്ത് വരുന്നത്. അതെ, ശ്രുതി അതൊക്കെയാണ് എക്സ്പെക്ട് ചെയ്തെങ്കിലും അല്ലല്ല, ഞാനും കേരള തനിമയുള്ള ആണല്ലേ. 4 ഫുഡിന്റെ പേര് പറയൂ. കഞ്ഞി, കപ്പ, കാച്ചിൽ, പിന്നെ ഇന്റലിജന്റ് ഗേൾ അല്ലേ. ഇവരൊക്കെ പഠിച്ച് ഹോംവർക്ക് ചെയ്തിട്ടാ വന്നത് ഇപ്രാവശ്യം. ഇന്ന് ഞാൻ കുറച്ച് സെറ്റായിട്ട് വന്നേക്കാം. അതെ, എനിക്ക് മനസ്സിലായി. മൊത്തം ക്ഷീണം തീർത്തിട്ട് ഡൺ. അത് തോട്ടത്തിൽ എന്ന് പറയും. തോട്ടത്തിൽ ആ സ്ഥലത്തിന്റെ പേര് തോട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിന് നമ്മൾ ഇട്ടിരിക്കുന്ന പേര് അതാണ്. തോട്ടത്തിൽ അല്ല, അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഫാമിലി ഗ്യാതറിങ്സ് ഉണ്ട്. ഇപ്പം നമ്മളെ അപ്പാപ്പൻ ഇല്ല, നമ്മളെ അച്ഛൻ, ഇവരെല്ലാം ഓൾഡ് സ്കൂളാണല്ലോ. ഇവർക്ക് ബേസിക്കലി നമ്മളൊരു മോഡേൺ പാർട്ടി കൊടുക്കുന്നതിനെക്കാട്ടി അവർക്ക് ഇവിടെ ഇരുന്ന് പഴയ പാട്ട്. ഇപ്പൊ എനിക്ക് അടുത്തൊരു ബുക്കിംഗ് ഉണ്ട് 16th മുഹമ്മദ് റാഫിയെയും വയലാറിനെയും എല്ലാം വെച്ചിട്ട് അച്ഛൻ്റെ അമ്മയുടെയും 40th വെഡിങ് ആനിവേഴ്സറിയാണ്. ആൻഡ് ഷീ വാണ്ട്സ് ഇറ്റ് വെരി സ്പെഷ്യൽ. ഈ ഒരു ആംബിയൻസിൽ കൊടുക്കണം. അപ്പൊ അവരുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് നമ്മളെ ഇന്നത്തെ ജനറേഷനെ പോലെ അല്ലല്ലോ. അവർക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ. പഴയ കാലത്തിലേക്ക് ഒന്ന് ട്രാവൽ ചെയ്യാൻ പറ്റും. താങ്ക് യു സോ മച്ച്. ബൈക്ക് എടുത്തിട്ട് റൈഡ് പോയാലോ? ബൈക്ക് ഓടിക്കുവോ? ഞാൻ പിന്നെ പെട്രോൾ ആണ്. എനിക്ക് പറ്റും. അല്ല, താങ്കൾക്കേ പറ്റുമോ? ബൈക്ക് ശ്രുതിക്ക് കൊടുത്തിരിക്കുകയാണ് ഞാൻ. ശരിക്കും? അതെ, ഞാൻ ഇത് പോകുമ്പോ കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അടിച്ച് സ്റ്റാർട്ടാക്കി ഇവിടുന്ന് ഓടിച്ചോണ്ട് പോകണം. അങ്ങനെ കേട്ടോ? സീറ്റ് ഞാൻ വെച്ച് തരാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ബൈക്കിന്റെ ലൈസൻസ് ഉണ്ടോ? പിന്നെ ബൈക്ക്, കാർ, ലോറി എല്ലാം ഉണ്ട്. അച്ഛന്റെ കാര്യമല്ല ചോദിച്ചത്, നമുക്കുണ്ടോന്നാ ചോദിച്ചത്. ഉണ്ട്. വെരി ഗുഡ്. കുട്ടിക്ക് ലൈസൻസ് ഉണ്ട്. അതെ, പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഓടിച്ചും ജീവിച്ചോളും. അതെ, അപ്പൊ ഇങ്ങനെ ഹട്ട്സിന്റെ സെറ്റപ്പ് ഉണ്ട് ഇവിടെ. പിന്നെ നമ്മൾ ഈ ഒരു ഏരിയ ഞാൻ ശ്രദ്ധിച്ചു, ജനറൽ സ്റ്റാൻഡർഡൈസേഷനിൽ ആൾക്കാർക്ക് വന്ന് ഈ വൈബൊക്കെ എൻജോയ് ചെയ്തിരുന്ന ഭക്ഷണം കഴിക്കാനും. പലരും റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പം കോടിക്കണക്കിന് രൂപ ചെലവാക്കിയാ ചെയ്യുന്നത്. അവർക്ക് ഈ റിട്ടേൺസ് ഉണ്ടാവത്തില്ല. ഒരു തട്ടുകടയിലെ പ്രൈസുമായിട്ടാണ് പൊതുവേ നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ഏത് ഹോട്ടലിലെ പ്രൈസും കാൽക്കുലേറ്റ് ചെയ്യുമ്പം തട്ടുകടയിൽ അപ്പത്തിന് 10 രൂപയല്ലേ ഉള്ളതെന്ന് ചോദിക്കും. അപ്പോൾ ഈ 10 രൂപ തട്ടുകടയ്ക്ക് കൊടുക്കുമ്പോൾ ഒരു AC-യും GST-യും ഒക്കെ വെച്ച് വിൽക്കുന്ന ആള് ഒരു മിനിമം 20 രൂപയ്ക്കെങ്കിലും കൊടുക്കണ്ടേ? കറക്റ്റ് അല്ലോ? ചിന്തിച്ചു നോക്കി. അപ്പോൾ ഇവർക്കിത് കൊടുക്കുന്ന സമയത്ത് ജനങ്ങൾ പറയും അത് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് പറയും. അപ്പം അവർ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളരെ ലിമിറ്റഡ് ഫണ്ടിൽ, ഇപ്പോൾ ചാക്കിനകത്തൂടെ ഈ കാറ്റ് ട്രാവൽ ചെയ്ത് വരുമ്പം, ഇപ്പോൾ ഇൻറ്റീരിയേഴ്സ് ചെയ്തിരിക്കുന്ന അഡ്വക്കേറ്റ് സൂര്യരാജൻ എന്ന് പറയുന്ന എൻ്റെ ഒരു പേഴ്സണാണ്. പുള്ളി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ വെച്ച് എക്കോണമിക്കലി ചെയ്യുമെന്നുള്ള. പുള്ളി ഹൈക്കോർട്ട് ലോയറാണ്. എങ്കിൽ പോലും ഇൻറ്റീരിയേഴ്സ് ഇപ്പോൾ നമുക്ക് വേറെയും പ്രോപ്പർട്ടീസ് ഉണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളിയാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ 4 മണിക്കാറ്റും പുള്ളിയാണ് ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ സമയത്ത് നമുക്ക് ചാക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ കണ്ടോ, ഇതിങ്ങനെ ആ മിസ്റ്റ് ഇങ്ങോട്ട് അടിക്കും, ആ ഫാൻ അത് കൺട്രോൾ ചെയ്യും, ഇതിനകത്ത് ടെമ്പറേച്ചർ ഹാൻഡിൽ ചെയ്യും. അതെ, ഈ ചാക്കിനകത്തൂടെ ഈ കാറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങേ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ കാണുന്നുണ്ടോ? പിന്നെ അതിനൊരു വേവിങ് ബ്യൂട്ടിയും ഉണ്ട്. സിമ്പിൾ കാര്യം. അതെ, പക്ഷെ എന്നാൽ ഭയങ്കര ബ്യൂട്ടിഫൈ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഇനി ആര് റെസ്റ്റോറന്റ് തുടങ്ങിയാലും ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. അതാണ് ഷെഫിന്റെ റെക്കമെൻഡേഷൻ. കാരണം പല ഓണേഴ്സിനും അവർക്ക് അറിയില്ല. അവര് ഭയങ്കര അവരൊരു ഡ്രീമായിരിക്കും പൈസ വന്നു കഴിയുമ്പം ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങണമെന്നുള്ളത്. അപ്പോൾ അവരെന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ 10, 25, 50 ലക്ഷം ഇല്ല 1 കോടി രൂപ മുടക്കി റെസ്റ്റോറൻ്റ് ആക്കിയിട്ട്. നിങ്ങൾ റെസ്റ്റോറൻറ്റ് കിട്ടുന്ന പ്രധാനമായിട്ടും ചെയ്യേണ്ടത് കിച്ചൺ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കിച്ചണിൻ്റെ പ്രൊഡക്ടിവിറ്റി ഒരു 50,000 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ, അങ്ങനെ കിച്ചണിൻ്റെ പ്രൊഡക്ടിവിറ്റി നന്നായിരുന്നാൽ ആ റെസ്റ്റോറൻറ്റ് ഓട്ടോമാറ്റിക്കലി നന്നായിട്ട് ചെയ്യും. അപ്പോൾ കിച്ചൺ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ മെനു ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ കിച്ചൺ സെറ്റ് ചെയ്യാൻ. ഇതെല്ലാം ഒരു ഷെഫുമായിട്ട് കൺസൾട്ട് ചെയ്ത് വളരെ ഉചിതമാണ്. കാരണം നിങ്ങൾക്കിപ്പോൾ ഒരു വീട് വയ്ക്കുമ്പം ഒരു ആർക്കിടെക്റ്റ് ഉണ്ട് അല്ലേ, ഒരു എൻജിനീയർ ഉണ്ട്. പക്ഷേ ഏതെങ്കിലും കേരളത്തിലെ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്ന സമയത്ത് നിങ്ങളൊരു
ഷെഫ് കൺസൾട്ടൻസി എടുക്കാറുണ്ടോ? എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആ ഷെഫ് കൺസൾട്ടൻസി ആയിട്ട് നിങ്ങൾക്കൊരു മനപ്പൊരുത്തം ഉണ്ടാവണം. ഇപ്പം ഫോർ എക്സാമ്പിൾ ശ്രുതിക്ക് കേരള ഫുഡാണ് ഇഷ്ടമെന്ന് കരുതുക. അത് ശ്രുതിയുടെ കാര്യം വിട്ടാല്, കാരണം ശ്രുതി ഏത് ഫുഡിലും കയറി പിടിച്ചാളെ. നിങ്ങൾക്ക് കേരള ഫുഡാണ് ഇഷ്ടമെങ്കിൽ കേരള മെനു വെച്ചിട്ട് അതിൻ്റെ കോസ്റ്റ് എഫക്റ്റീവിൽ അത് ഇൻവെസ്റ്റ് ചെയ്ത് എങ്ങനെ റിട്ടേൺ ഉണ്ടാക്കാം അതും കൂടെ നിങ്ങൾ പ്ലാൻ ചെയ്ത് വേണം ചെയ്യാൻ. ഈ ഷെഫ് ഇപ്പോൾ നിങ്ങളെ വിട്ടു പോയാൽ നിങ്ങളെ മെനു നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമോ, നിങ്ങളെ സേവ് ചെയ്യുമോ? മനസ്സിലായില്ലേ? ഇപ്പോൾ നാളെ ശ്രുതി റെസ്റ്റോറൻറ്റ് തുടങ്ങാം. നമ്മൾ ശ്രുതി ഒരു ഷെഫിനെ കൊണ്ടുവന്നു. അയാൾ പറയുന്നത് നമുക്ക് കോണ്ടിനെൻ്റൽ ചെയ്യാം, എന്നിട്ട് നമ്മൾ പറയുന്നത് നമുക്ക് പാസ്ത ചെയ്യാം, നമുക്ക് കാസറോൾ ചെയ്യാം. ഇതിനെപ്പറ്റി ഒരു ABCDയും അറിയില്ല. ഇത് അയാൾ എപ്പോഴേ പ്രസൻറ്റേഷനൊക്കെ ചെയ്ത് കാണിക്കും. ഇത് കണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം വിളിക്കാമെന്ന് 10ൻ്റെ അന്ന് അയാളങ്ങ് പോകും. അപ്പോൾ ആള് ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ നിൽക്കേണ്ട ഒരു അവസ്ഥ വരരുത്. അങ്ങനെ നമുക്കിഷ്ടം ഇപ്പം ശ്രുതിക്കറിയാം എനിക്ക് ബിരിയാണിയാണ് ഇഷ്ടം. അപ്പോൾ എനിക്ക് ബിരിയാണിയുടെ 4 വിഭവങ്ങൾ ചെയ്യണം. അതിന് പറ്റിയ ഷെഫിനെ കണ്ടെത്തുക. അപ്പോൾ അതെപ്പോഴും ആ ഓണേഴ്സിൻ്റെ ഒരു കോൺക്രീറ്റ്നെസ്സിൽ നിൽക്കും. ഷെഫ്, ഇതിന്റെ ഇന്റീരിയർ നമുക്ക് കുറേ എന്താ സ്ട്രൈക്ക് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ അവിടെ നിന്നപ്പോൾ ഒരു കാളവണ്ടിയാണോ അത്? അതെ, ഒരു സൈഡിൽ ഞാനും ഒരു സൈഡിൽ മൂക്കനും. അങ്ങനെയാണ് ഞങ്ങൾ 2 കാളകളുടെ. അതെ, സന്തോഷമായല്ലേ? സെൽഫായിട്ട് ഷെഫ് പറഞ്ഞു, ഞാനല്ലോട്ടോ പറഞ്ഞത്. എന്നാലും കഴുതയെന്ന് ഞാൻ പറഞ്ഞില്ല, അത് ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. യെസ്, അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത് തന്നെ. അപ്പൊ ഒരു ഓർമ്മപ്പെടുത്തല്, പഴയ ഒരു ഫീൽ വരുന്ന സാധനം. ബേസിക്കലി ഒരു ഓർമ്മപ്പെടുത്തലുകൾ, അതാണ് അതിന്റെ ഒരു ബ്യൂട്ടി. അപ്പം ഇത് അതേപോലെ പാടി ഇതിനോ എന്തായിരിക്കും പറയാ? ശരിക്കുള്ള പേര് ചവിട്ടി. അങ്ങനെയാണോ പറയണേ? ചവിട്ടി. അതെ. പിന്നെ ചവിട്ടുന്നതിന് പിന്നെ വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? അല്ല, വേറെ പേരുണ്ടോ? അതോ കുട്ടി കൊച്ചുനാളിൽ ഇങ്ങനെ സ്റ്റിയറിംഗ് ആണെന്ന് വിചാരിച്ചോ? ഇല്ല, ഞാൻ നേരിട്ട് ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ നേരിട്ട് ആദ്യമായിട്ട് കാണുന്നത്, അതുകൊണ്ട് എനിക്കറിയാം. നേരത്തെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല, നമ്മൾ ഇതിലല്ലോ പഠിച്ചത്. ഡ്രൈവിംഗോ? അല്ലല്ലോ. അപ്പൊ ഇങ്ങനത്തെ കുറെ എലമെന്റ്സ് ആക്ച്വലി നമ്മൾ ആ പുഴയിൽ, സോറി, ആ സൈഡിലെ തോടിൽ വെച്ചിട്ട് ആൾക്കാർക്ക് ചവിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പക്ഷെ മഴയില്ലാത്തത് കൊണ്ട് ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് അവിടെ നിന്ന് മൂവ് ചെയ്തിട്ട് ഒരു ആൾക്കാർക്ക് ഒരു കൗതുകം പോലെ ഇരിക്കട്ടെ എന്ന്. ഓക്കെ. അതേപോലെ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ കണ്ടൊരു സംഭവമാണ് ഈ ആർട്ട് വർക്ക് അല്ലേ? സ്കൾപ്ചർ. ഒരു സ്കൾപ്ചർ എന്ന് പറയാലോ. എന്താണ് ഈ സംഭവം? നമുക്കിന് ആർട്ട് വർക്ക് എന്ന് പറയാം, സ്കൾപ്ചർ എന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ. ഈ ആർട്ട് വർക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ ഉദ്ഘാടനം ചെയ്ത് പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ പൂജയോട് കൂടിയായിരുന്നു. ഓക്കെ. പുള്ളിക്ക് നമ്മൾ കള്ളും മീനും ആണ് നിവേദ്യമായി കൊടുക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ ഒരു ശാസ്ത്രം. അപ്പോൾ അദ്ദേഹത്തിന്റെ വരവോടുകൂടിയാണ് നമുക്ക് ഐശ്വര്യങ്ങളെല്ലാം ഉണ്ടായത്. അപ്പം പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ അനുഗ്രഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു തെയ്യത്തിന്റെ ഒരു ഫോർമാറ്റ് വേണമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് തെയ്യമല്ല അല്ലേ? അപ്പൊ ഞാൻ ഈ ഏലിയൻസിലും ബിയോണ്ടിലും ഒക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടല്ലേ ഞാൻ താങ്കളെയൊക്കെ ഇത്രയും എന്റർടൈൻ സൂപ്പർ ആണോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ആയിക്കോട്ടെ. അതെ, അപ്പൊ ഇത് ഫേസിൽ ഞാനൊരു ഏലിയൻ നോട്ട് നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ളതല്ല. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് നമ്മൾ പാലക്കാടെന്ന് പുഴയുടെ അടിയിൽ പോയി നല്ല ചെളി വാരിയെടുത്ത്, മനസ്സിലായില്ലേ, കുറച്ച് ശ്രുതിയുടെ തലയിലുള്ളതും കൂടെ ചേർത്ത്, അല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, നല്ല ചെളി കൊണ്ടുണ്ടാക്കിയ അല്ലേ, അങ്ങനല്ലേ തോന്നുന്നത്? പക്ഷേ തെർമോക്കോളാണ്. പറ്റിച്ച് ഇപ്പൊ ഞാൻ മനസ്സിലായില്ല ആരുടെ തലയില ചെളി കണ്ടുപിടിച്ച് ആൾക്കാർ. ഓക്കെ, പറയുന്നതെല്ലാം വിശ്വസിക്കരുത് എന്ന് പറയുന്നതിനുള്ള ഒരു മൊത്തം ബുദ്ധിയ ചുമ്മാ അഭിനയിക്കുന്ന കേട്ടോ. അപ്പം ഇത് മൊത്തം തെർമോക്കോളിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ തെയ്യത്തിന് ടച്ച് കൊടുത്തിട്ട് ഇതിന്റെ ക്രിയേറ്റിവിറ്റിയുടെ കംപ്ലീറ്റ് ക്രെഡിറ്റ്സും പോയിരിക്കുന്നത് സൂര്യക്കാണ്, ഞാൻ പറഞ്ഞത്. പിന്നെ ആർട്ട് ചെയ്തിരിക്കുന്ന സുരൻ എന്ന് പറയുന്ന സൂര്യയുടെ തന്നെ കൂടെയുള്ള സുഹൃത്താണ്. പുള്ളി ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഷെഫ് നളൻ മൂക്കൻസ് ഒരു എൻട്രൻസിൽ ഒരു ഫീൽ കൊടുക്കണം. കഴിഞ്ഞിട്ടില്ല, ഇവിടെ ലൈറ്റ്സ് ഒക്കെ വരും, സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ വരും, പിന്നെ ഓലയൊക്കെ വെച്ചിട്ട് ഓർമ്മപ്പെടുത്തലുകൾ. ഞാൻ നേരത്തെ പറഞ്ഞ മെമ്മറീസ്, ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മ കാണുമല്ലോ, കാണണം. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ ഇങ്ങനെ അകത്തേക്ക് പോകുമ്പോൾ ഇത് വേറൊരു സിറ്റിംഗ് അറേഞ്ച്മെന്റ് അല്ലേ? അതെ അതെ അതെ. ബേസിക്കലി ഇത് കുറച്ചുകൂടെ പ്രൈവസി കൊടുക്കുന്ന ഒരു ഏരിയ ആണ്. ഈ പ്രൈവസി കൊടുക്കുന്ന ഏരിയയിൽ ഇപ്പൊ അത്യാവശ്യത്തിന് ആർക്കെങ്കിലും മീൻ പിടിക്കണമെങ്കിൽ ഇവിടെ ഒരു പുഴയുണ്ട്, ഒരു വലയുണ്ട്. ഈ മീനും ഉണ്ട് അല്ല, കണ്ടുപിടിച്ച് നേരത്തെ പറഞ്ഞ മൊത്തം പുതിയ. അപ്പൊ വല വെച്ചാൽ നമ്മൾ മീൻ പിടിക്കുന്നത് അല്ലേ? പിന്നെ വല വെച്ചല്ലാണ്ട് ചൂണ്ടിട്ട് പിടിക്കും. ഓ, ഞാൻ അറിഞ്ഞില്ല. എന്ത്? അപ്പൊ ഞാൻ ചൂണ്ടയിട്ടുകൊണ്ട് മീൻ പിടിച്ചിട്ട് ഇവിടെ കള്ളുഷാപ്പി വരണമെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ ഒരു ദിവസം തുറന്നാൽ മതി. അങ്ങനെ പിടിക്കാം. അങ്ങനെ നോട്ട് ദ പോയിന്റ് യുവർ ഓണർ. ഓക്കെ. പിന്നെ ഇവിടെ പ്രൈവസിയാണ്. HSC1 HSC2 എന്ന് പറഞ്ഞിട്ട് പ്രൈവറ്റ് ഫാമിലിക്ക് ഇരുന്ന് ഡൈൻ ചെയ്യാൻ പറ്റുന്ന ഇതാണ് ഫാമിലി റൂം. ഇതെന്താണെന്ന് മനസ്സിലായോ?
ഇത് ഇതെന്താ കലപ്പയാണോ? അല്ല കലപ്പ, സോറി. ഇത് മീൻ പിടിക്കുന്ന എന്താ സംഭവമാണ് അല്ലേ ഷെഫ്? തെങ്ങി കയറിയാണോ മീൻ അയ്യോ, ഇത് തെങ്ങായിരുന്നോ? സോറി, ഞാൻ തെങ്ങ് കണ്ടില്ല. എന്നെ അങ്ങ് കൊല്ല്. ഈ വരച്ചവൻ ഇന്ന് 3 പ്രാവശ്യം ആത്മഹത്യ ചെയ്ത് കാണും. സോറി, ഞാൻ തെങ്ങ് കണ്ടില്ല. തെങ്ങി കയറി നിന്നപ്പോ മീൻ പിടിക്കുന്നതെന്ന് പറഞ്ഞ ഒരേ വ്യക്തി. ഇല്ല, ഞാൻ ഇത് കണ്ടില്ല. ഞാൻ ഈ പുള്ളിനെ മാത്രമേ കണ്ടുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളി മീൻ ചൂണ്ടിടുവാ. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഇത് ഒരു കോപ്പിയേ ഉള്ളൂ? അല്ല ചോദിച്ചാ വേറെ ഉണ്ടോ? ചാൻസ് കാണത്തില്ല. യൂണീക്കാ ഇത്. ചെത്തുകാരന്മാർ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ്. തെങ്ങ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. തെങ്ങ് ഞാൻ ഇപ്പോൾ എന്റെ കണ്ണിൽ പെട്ടത്. ഇല്ലാതെ കണ്ടുപിടിച്ചാണ്. എന്റെ ഭഗവാനെ, എനിക്ക് എന്തോ ഇന്നത്തെ ദിവസം. അപ്പൊ ഇത് നമ്മൾ വഴിയിൽ നിന്ന് കിട്ടിയ കുട്ട. വഴിന്നോ? റോഡ് സൈഡിലൊക്കെ കുട്ടയിട്ട്. ഓ, അങ്ങനെ. വെറൈറ്റി ഫുഡുകൾ എന്നുള്ളതാണ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു സംഭവം. ആരാ പറഞ്ഞേ? അങ്ങനെയാണ് വെറൈറ്റി ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞ് കൊച്ചിനെ വിളിച്ചു വരുത്തിയ? അങ്ങനെയാണ് ഞാൻ കേട്ടത്. ഇവിടെ വെറൈറ്റി ഫുഡുകൾ ഇല്ലേ? ഓ, അപ്പൊ വന്നത് ഇന്റർവ്യൂ എടുക്കാനും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനും അല്ല. അല്ല, ഫുഡിനെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. വെറൈറ്റി ഫുഡും ഇല്ല, ചുമ്മാ പറഞ്ഞ കൊച്ചിനെ ആരോ പറ്റിച്ചാ. വിളിച്ചോണ്ട് പോടി. ഇവിടുത്തെ മെനു എന്താ ഷെഫ് പറയൂ? പന്നിയിറച്ചി, പോത്തിറച്ചി, താറാവിറച്ചി, മുയലിറച്ചി, ഒട്ടകം, മാന. പക്ഷെ അതില്ല, വായിച്ചളഞ്ഞ കുട്ടിയൊന്നും ഉണ്ടതില്ല. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഫിഷ് ഐറ്റംസ് ആണ്. കാളാഞ്ചി. അറിയാം. ഓക്കെ, അറിയാം, കുട്ടിക്ക് അറിയാം. അതെ, അങ്ങനെ പലതരത്തിലുള്ള പ്രോൺസ്, ഞണ്ട്, കൂരി, അങ്ങനെ പല ഫിഷസ് ഉണ്ട്. കൂടുതലും നമ്മൾ സീ ഫുഡിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ താറാവ്, പിന്നെ മപ്പാസ് ഐറ്റംസ്. അപ്പൊ ഇതിന്റെ എല്ലാം ഒരു ബ്യൂട്ടിഫുൾ നോട്ടിൽ, അതായത് വളരെ ഹെൽത്തിയും രുചികരം. നമുക്കിവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പാക്കറ്റ് മസാലാസ് ഇല്ല. നമുക്ക് ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. കാന്താരിയും കരിവേപ്പിലൊക്കെ ചേർത്ത് തന്നെ പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ ഷെഫ്, ഞാൻ വേറൊരു സംഭവം കേട്ടു. അത് ചോദിക്കണം എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇവിടെ ഹണി റോസ് ഉണ്ടെന്ന് കേട്ടു. അതുണ്ട്. അതെ, ശരിക്കും കാണാൻ പറ്റൂ? അത് നമുക്ക് റെഡിയാക്കാം. അതൊരു ഡ്രിങ്ക് ആണ്. അതെ, അല്ലാണ്ട് ഹണി റോസ് അല്ല. സാധാരണ ആണുങ്ങളാണ് എൻ്റെ അടുത്ത് ചോദിക്കാറുള്ളത്. ഹണിറോസിനെ അന്വേഷിച്ച് പറയാൻ ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഹണിറോസ് ഞാനൊരു ഫാനാണ്. ഡോണ്ടോ ആ ടൈപ്പാണോ? അല്ല, എനിക്കൊരു ഇന്റർവ്യൂ ഇട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇന്റർവ്യൂ. അതെ, ഞാൻ ഉദ്ദേശിച്ചത് ഹണിയും റോസും ചേർത്തിട്ടുള്ള ഒരു ഡ്രിങ്കിനെ പറ്റിയാ. ഒരു ഡ്രിങ്ക്. അതെന്താ ഹണി റോസ്? ഓ, ഹണി റോസ് മിക്സ് ആയതുകൊണ്ടോ? അതെ, ഹണി റോസും കൂജയ്ക്കകത്ത് വരുന്നത് കൊണ്ട് അതിന് ഹണി റോസ് എന്ന് ഞാൻ പേരിട്ടു. തെറ്റാണോ? അതിപ്പോ എനിക്കറിയില്ല. നല്ലൊരു പേരില്ലല്ലോ. എനിക്ക് സമാന്ത ബോക്സ് ഇടാൻ പറ്റുമോ? ഇല്ല, ആൾക്കാർക്ക് അറിയില്ലല്ലോ. ഈ ഡ്രിങ്ക്സ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ എന്തൊക്കെയാ സ്പെഷ്യൽ? നമ്മൾ പരിശുദ്ധമായ, ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് പനയുടെ ഒരു ഐറ്റവും ഇല്ല. മൊത്തം തെങ്ങ് റിലേറ്റ് ചെയ്തിട്ടുള്ള. അതെ, തെങ്ങും ഞാനുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. കാരണം എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഒരു കൊപ്ര കച്ചവടക്കാരനായിരുന്നു. അപ്പോൾ കൊച്ചുനാളിൽ ഞാൻ കാണുന്നത് കൊപ്ര ഉണക്കുക, കൊപ്ര ഈ പറഞ്ഞ തേങ്ങ പൊട്ടിക്കുക, അതിൻ്റെ വെള്ളം കുടിക്കുക. ഇന്ന് കുടിക്കാൻ പറ്റത്തില്ലെന്ന് വരുന്ന എല്ലാം പാണ്ടി തേങ്ങയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം എനിക്ക് തേങ്ങയോട് ഇത്രയും പ്രണയം. അപ്പോൾ മിച്ചം ഉണ്ടായിരുന്നത് തെങ്ങിൻ്റെ കള്ള് മാത്രമായിരുന്നു, ടൊടി മാത്രമായിരുന്നു. പ്രൊമോട്ട് ചെയ്യുന്നതല്ല. അപ്പൊ അതും കൂടെ സ്വന്തമാക്കി. വേറെ എന്തൊക്കെ പ്രോഡക്ട്സ് കിട്ടും തേങ്ങ? മറ്റേ കയർ തെങ്ങിനല്ലേ? ആണ്, കറക്റ്റ്. കൺഗ്രാറ്റുലേഷൻസ്. ഹോംവർക്ക് ചെയ്ത്. എന്റെ പ്രൊഡ്യൂസർ ആരാ? കൊച്ചിനെ എവിടെ ട്യൂഷൻ വിട്ട? സത്യം പറ. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ഷെഫ് ചോദിക്കുമ്പോ എനിക്ക് പെട്ടെന്ന് ഒരു ഡൗട്ട് വരും. കയറ് കിട്ടും. കറക്റ്റല്ലേ? ഞാൻ കുക്ക് ചെയ്യുന്ന കാര്യമാണ്. കയറാരെങ്കിലും തിന്നു? അങ്ങനെ ചോദിച്ചത്. അത് തേങ്ങ വെണ്ണ തെങ്ങിൽ എന്തൊക്കെ കിട്ടും എന്നാ ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു കയറിട്ടുന്നത്. അതിപ്പോ നമുക്ക് പറയാൻ പറ്റും. അത് കറക്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ അതിനകത്ത് നമ്മൾ ഡ്രിങ്ക്സ് ബേസ് ചെയ്തിട്ട് നമ്മൾ പരിശുദ്ധമായ ഒരു കലർപ്പും കലക്കും ഇല്ലാത്ത ഡ്രിങ്കുകൾ സെർവ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ അതിന് നമ്മൾ ചെറിയ ചെറിയ നോട്ടുകളിലേക്കൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമനുസരിച്ച് സെർവ് ചെയ്യും. ഒന്നത്. രണ്ടാമത്തെ നമ്മൾ പ്രധാനം അതൊന്നുമല്ല, പ്രധാന മൊമെൻറ്റ്സ് ആണ്. നമ്മളിവിടെ ഗിറ്റാർ നൈറ്റ്, അതെ, അതേപോലെ തന്നെ വയലിൻ നൈറ്റ്, പിന്നെ ചെറിയ DJ. അപ്പം അങ്ങനെയുള്ളൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളതാണ് നമ്മളുടെ പ്ലാൻ. അതേപോലെ തന്നെ നമുക്ക് മ്യൂസിക് നൈറ്റ്. അപ്പോൾ ഈ മ്യൂസിക്കും നമ്മളുടെ ഡിന്നറും ഫുഡുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. എന്താണത്? നമുക്ക് പാട്ട് കേട്ടുണ്ട്, ഫുഡ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക എന്താ, ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ ഇൻ ഹ്യൂമൻ ലൈഫ്? മ്യൂസിക്കും ഫുഡുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, ഇനി അങ്ങോട്ട് ശ്രദ്ധിച്ചാണ്, ഭയങ്കര ആസ്വദിച്ച് ഒരാൾ ഫുഡ് കഴിക്കുന്നുണ്ട്, വലത്തെ കാലിട്ടടിക്കും. ശ്രദ്ധിച്ചാൽ മതി. ഇനി ശ്രദ്ധിച്ചോണം. കാരണം കുട്ടിക്കാലത്ത് അമ്മയുടെ പാല് കുടിക്കുന്നിടം തൊട്ട് തുടങ്ങുന്നതാണ് കാലിട്ടടിക്കും. നമ്മൾ എൻജോയ് ചെയ്യുന്നതാണ്. അതേപോലെയാണ് നമുക്ക് കാഴ്ച കിട്ടുന്നതിനേക്കാൾ മുമ്പ് ലിസണിങ് പവറാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് സൗണ്ടിനോട് നമുക്ക് ഇത്രയും പ്രണയം. അപ്പോൾ അമ്മയുടെ പാട്ട്, മൂളിപ്പാട്ടുകൾ, അച്ഛൻ്റെ താരാട്ടുകൾ, ഇതാണ് മ്യൂസിക്.
ഇതിന് ശേഷമാണ് പാല് കുടിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് മ്യൂസിക് ആൻഡ് ഫുഡുമായിട്ട് നമ്മുടെ കണക്ഷൻ. ക്ലാസ് എടുത്തതിന് ചെക്ക് കൊടുത്താൽ ഹലോ ഇതെനിക്കൊരു പുതിയ ഇൻഫർമേഷൻ ആണ്. താങ്ക് യു ഷെഫ്. പൈസ കൊടുത്തിരുന്നാൽ മതി, പോകുമ്പോൾ പൈസ കൊടുത്തിരുന്നാൽ മതി, ഫീസ് ഉണ്ട് ഇതിനല്ല. ഷെഫിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചോണ്ട് പോകാൻ പറ്റുന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വാങ്ങിച്ചുകൊണ്ട് പോകരുത്, ഫുഡെങ്കിലും തരുമല്ലോ, അതറിഞ്ഞാൽ മതി. ഫുഡ് തന്നിരിക്കും. താങ്ക് യു. ഓക്കെ, അപ്പം ഇതാണ് മൊത്തത്തിലുള്ള ഇവിടുത്തെ ഇവിടെ ഒരു ഔട്ട്ഡോർ ഏരിയ നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇവിടെ ആയിരിക്കും നമ്മൾ ചെറിയ ചെറിയ ഇവന്റ്സ് പ്ലാൻ ചെയ്യുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ സുധിയുടെ അങ്കിൾ ഇല്ലെങ്കിൽ ആൻറ്റി ഇല്ല ആരെങ്കിലും ഫോറിൻ കൺട്രിയിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഒരു കേരള എക്സ്പീരിയൻസ് അതിൻ്റെ കൂടെ തന്നെ അവർ വിളിച്ചിട്ട് പറയാം എനിക്ക് വറുത്തരച്ച കോഴിക്കറി കഴിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് തീയൽ കഴിക്കാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. ഓക്കെ. സ്പെഷ്യലായിട്ട്. റൈറ്റ്. അതിന് പ്രത്യേക ചാർജസ് ഒന്നുമില്ല, ആ ഡിഷിൻ്റെ ബില്ലേ ഉള്ളൂ. ഓക്കെ. അഡീഷണൽ ആയിട്ട് നമ്മൾ നമ്മുടെ വക ചെയ്തു കൊടുക്കുക, അവർ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക. പിന്നെ എന്നെ വിളിച്ചിട്ട് പറയാം ഷെഫോടുണ്ടോ, ഞങ്ങൾക്ക് ഷെഫിനെ വേണം. അപ്പോൾ ഷെഫിൻ്റെ ഫുഡ് തന്നെ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് നമ്മൾ സ്റ്റൗവും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ലൈവ് കുക്കിംഗ്. ഞാൻ തന്നെ ബിഹൈൻഡ് ദി സ്റ്റൗ ഉണ്ടാവും. അപ്പോൾ അതിന് മിനിമം 5% 6% ഉണ്ടെങ്കിൽ ആ ഓർഡർ എടുക്കത്തുള്ളൂ. ഓക്കെ ഓക്കെ, അങ്ങനെയാണ്. പക്ഷെ അത് നല്ലൊരു അറേഞ്ച്. അവർക്ക് വേണ്ട പ്രീമിയം കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുകയും ചെയ്യും. അവർക്ക് വേണ്ട കരിമീൻ, അവർക്ക് വേണ്ട ഞണ്ട് എല്ലാം ഫ്രഷ് ആൻഡ് റോ അറേഞ്ച് ചെയ്തിട്ട് അവരെ മുമ്പിൽ വെച്ച് കുക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് ടൂർ. ഞാൻ ശ്രുതിക്ക് വേണ്ടി വാങ്ങിച്ച ബൈക്കാണ്. ഈ ബൈക്കിൽ ഞാൻ ഇവിടുന്ന് കുമളിക്ക് പോകുന്നതായിരിക്കും തിരിച്ച്. ദീപക പെട്രോൾ അടിച്ചായിരുന്ന വണ്ടിയിൽ? അത് പെട്രോൾ ഞാൻ അടിച്ചോളാം, കുഴപ്പമില്ല. സീറ്റൊക്കെ ഒന്ന് പിടിപ്പിച്ചാണ്. ഓടിച്ചോണ്ട് വേണം പോവാൻ. ഇല്ലേ ഞാൻ ഇവിടെ പിറകേന്ന് കല്ലെറി ശ്രുതി ഓടും. ഓടിച്ചോണ്ട് നോക്കണം. ഷെഫ്, അപ്പൊ ഈ ഷെഫ് നളിൻ ആൻഡ് മൂക്കൻസ് ആ പേര് ഞാൻ ശ്രദ്ധിച്ചു. അപ്പൊ ഷെഫ് നളിൻ ഷെഫാണ്. ഇതിൽ ഈ മൂക്കൻസ് ആരാണ്? മൂക്കൻസ് ആണ് ഈ ബേസിക്കലി ഈ മഴയുടെ പിറകിലുള്ള വ്യക്തിത്വം, ഐഡിയക്ക് പിന്നിലെ ഈ പാടിയുടെ പിറകിലുള്ള വ്യക്തിത്വം. പാടിയല്ല, ചവിട്ടി. മൂക്കൻസിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ബേസിക്കലി ഈസ് ഫ്രം അയർലൻഡ്. അയർലൻഡ് NRI ആണ്. ഞാൻ പുള്ളിയെ ചേട്ടൻ കരുതുന്ന, ബിക്കോസ് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു കള്ള് ഷാപ്പ് തുടങ്ങുക എന്നുള്ളത്. ബേസിക്കലി വർഷങ്ങളായിട്ട് ഉള്ള ആഗ്രഹമായിരുന്നു, ഓൾമോസ്റ്റ് ലൈക്ക് 10 years. പലരും അതിന് ശേഷം പല പ്രമുഖന്മാരും സ്റ്റാർട്ട് ചെയ്തു. ഒരു ദൈവികമായാണ് ഇദ്ദേഹം എൻ്റെ സ്ഥാപനത്തിൽ വരികയും ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയും ഞങ്ങൾ തമ്മിൽ അതിന് മുമ്പ് ഒരു ചായബന്ധം പോലും ഇല്ല. സി ദാറ്റ്സ് വാട്ട് ഐ ബിലീവ് ഇൻ തിങ്സ് ബിയോണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ദൈവത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ ഒരു റീസൺ പറയുകയാണ്. ഹി കെയിം ഇൻ ആക്സിഡൻ്റലി, ജസ്റ്റ് അതിന് മുമ്പോ ഫോൺ നമ്പറോ ഒന്നുമില്ല. എന്നിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചു. പുള്ളിക്ക് ഷാപ്പുണ്ടെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിനെ പറ്റി ഇത് അറിയണം. പുള്ളി എന്നെ കാണാൻ വരുന്നു. ഞങ്ങൾ 15 മിനിറ്റ് സംസാരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറയാനുള്ളത്, ഈ പോലോക്കോയിലോ അല്ലേ, അങ്ങനത്തെ ആളുണ്ട്. ആരാ? അത് തന്നെ. പുള്ളി പറയാം എന്തൊരു സെയിങ് എങ്ങനെയായിരുന്നു, നമ്മൾ എന്തെങ്കിലും അല്ല ഇംഗ്ലീഷിൽ എങ്ങനെയായിരുന്നു? മോസ്റ്റ്ലി the whole world will conspire together. And that happened in my life. Okay. So I want to introduce that person to you. Yeah, sure. Mr. Mookan. Welcome. നമ്മയ്ക്കാൻ കൈമാറുകയാണ്. ഇനി നമുക്ക് ഐഡിയയുടെ പിന്നിലെ വ്യക്തിയെക്കുറിച്ച് നമുക്ക് വ്യക്തിയിൽ നിന്ന് കേൾക്കാം. ഞാൻ ശരിക്കും അയർലൻഡിലാണ്. ഞാൻ അയർലൻഡിൽ നിന്നൊരു ചെറിയ ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് കലണറി ആയിട്ട് കഴിഞ്ഞിട്ട് അവിടെ ചെറിയ കാറ്ററിംഗ് ഫീൽഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സെയിം ഫീൽഡ് തന്നെയാണ്. ഞാൻ 2002 മുതൽ ഇവിടെ ഏറ്റുമാനൂർ റേഞ്ചിൽ ഒരു ഷാപ്പിൻ്റെ ലൈസൻസ് ആയിരുന്നു. എൻ്റെ സ്വന്തം പേരിൽ ഒരു കള്ള് ഷാപ്പ് ഉണ്ടായിരുന്നു ഞാൻ അയർലൻഡിൽ പോകുന്നതിന് മുമ്പ്. അതിനുശേഷം ഞാൻ കല്യാണത്തിന് ശേഷം അയർലൻഡിൽ പോയി 2-3 വർഷത്തോടെ ഞാനത് കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞ് 2012 ഞാൻ ആ ഷാപ്പ് ലൈസൻസ് വേണ്ടാന്ന് വെച്ചു. അതിനുശേഷം പിന്നെ ഈ ഒരു 3 വർഷം മുമ്പാണ് വീണ്ടും തിരിച്ചു വന്നിട്ട് ഇങ്ങനെയൊരു സംഭവം ഞാൻ പുതിയൊരു ഐഡിയയിലേക്ക് ആ സമയത്തേക്ക് ഞാനൊരു ഷെഫായിട്ട് മാറി. ഞാനിവിടുന്ന് പോകുമ്പോൾ അയർലൻഡിൽ പോകുമ്പോൾ ഞാനൊരു ഷെഫല്ല. ഞാൻ അവിടെ ചെന്ന് തന്നെത്താൻ കുക്കിംഗ് പഠിച്ച് കോട്ടയത്ത് നിന്നൊരു ബേസിക് കോഴ്സ് ചെയ്ത് നാടൻ ഫുഡ് പഠിച്ചു. അതിനുശേഷം ഞാൻ യൂറോപ്പിലെ റെസിപ്പിയാണ് ഞാനിപ്പോൾ അത്യാവശ്യം അവിടെ പഠിച്ചത്. 1 വർഷത്തെ കോഴ്സ് പഠിച്ചു. അതിനുശേഷം ഞാൻ പിന്നെ അത്യാവശ്യം ഷെഫായിട്ട് അവിടെ തന്നെത്താൻ വീട്ടിൽ തന്നെയാണെങ്കിലും ശരി അത്യാവശ്യം തരക്കേടില്ലാത്തൊരു കാശിന് പണിയെടുക്കാൻ പറ്റുന്നൊരു ഷെഫാണ്. ഇവിടത്തെക്കാട്ടി കാശുണ്ടാക്കി ജീവിക്കാൻ പറ്റും. അല്ല, ഈ തൊഴിലിനൊരു പ്രത്യേകത തന്നെ അറിയാത്തത്. ഞാൻ പലരോടും പറയാറുണ്ടായിരുന്നു, കാലിൽ നിൽക്കാനുള്ള ആരോഗ്യവും കയ്യിലൊരു കത്തി എടുക്കാനുള്ള ആരോഗ്യമുള്ളത്തോളം കാലം ഞങ്ങൾ ജീവിക്കും. There are many things in common. ഞങ്ങൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ കോമൺ ആയിട്ടുണ്ട്. ഒന്ന്, ഞങ്ങൾ രണ്ടുപേരും ബിസിനസ് ചെയ്യാൻ ഇറങ്ങി ആവശ്യത്തിലധികം ചീത്തപ്പേര് കേട്ടിട്ടുള്ള 2 പേരാണ്. നമ്മളെ പറ്റി അതെ എന്തിനാ തുടങ്ങിയെന്ന് ചോദിക്കുന്ന 2 വീട്ടുകാരും ഉള്ളവരാണ് ഞങ്ങൾക്ക്. ബേസിക്കലി അതിൽ നിന്നുമാണ് ഞങ്ങൾ ഇത്രയും സ്റ്റാർഡമുള്ള ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയിലേക്ക് ബൗൺസ് ബാക്ക് ചെയ്യുന്നത്. ഞങ്ങൾ തീർന്നു, ഞങ്ങൾക്ക് ഇനി എന്താണ്, ഞങ്ങളെ ഫുഡ് ആരും കഴിക്കില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ്സ് എല്ലാം തീർന്നു എന്ന് പറയുന്നിടത്താണ് ഞങ്ങൾ ഫീനിക്സിനെ പോലെ
അതാണ് ഫീനിക്സ് ബേബിയാണ്. ഇതിൻ്റെ പിന്നിൽ ശരിക്കും അതിൻ്റെ അകത്ത് എൻ്റെ ഒരു 1.5 വർഷത്തെ എഫേർട്ടുണ്ട്. ഇത് ഈ പ്രോപ്പർട്ടി ഇതുപോലെ ഞാനത് എടുക്കുമ്പോൾ ഇതിൻ്റെ അകത്തൊരു ചെറിയ ഒരു കട്ടയ്ക്ക് കെട്ടിയ ഒരു ചെറിയൊരു കെട്ടർ മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. അതായിരുന്നു അന്നത്തെ കള്ള് ഷാപ്പ്. ബാക്കി ഇവിടെ മുഴുവൻ ഇഞ്ചക്കാടായിരുന്നു. മണ്ണൊക്കെ അടിച്ചെല്ലാം റെഡിയാക്കി എടുത്ത് അങ്ങനെയാക്കി ഞങ്ങളുടെ ആ ഒരു ഡ്രീമിൻ്റെ പകുതിയായിട്ടുള്ളൂ. കാരണം വെച്ചാൽ ഒത്തിരി ചൂട് വരരുതെന്നുള്ള രീതിയിലേക്കാണ് ശരിക്കും അതിൻ്റെ അകത്ത് ഒരെണ്ണം ഞങ്ങൾ മേച്ചിൽപ്പുല്ലിന് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഇടുക്കി മറയൂർ എന്നുള്ള ആദിവാസികളുടെ ഹട്ടില്ലേ, അപ്പോൾ അവിടെ നിന്ന് തന്നെ ഇടുക്കിയിൽ നിന്ന് അവർ വന്നിട്ടാണ് ചെയ്തു തന്നിരിക്കുന്നത് ശരിക്കും അതിൻ്റെ അകത്ത്. ഇത് നമ്മൾ പാലക്കാട് നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഓല. അപ്പോൾ ഈ മിസ്റ്റിൻ്റെ യൂണിറ്റ് ആദ്യത്തെ പ്രാവശ്യം ചെയ്തിട്ട് ഞാൻ പരാജയപ്പെട്ടു ശരിക്കും. അത് താന്നു പോയി, അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് വെള്ളം ഫ്ലോ ഇല്ലാതെ വന്നു. അതിൻ്റെ അത് കണ്ടാൻ ഇത് വന്നു. അതിന് ശേഷം പിന്നെ രണ്ടാമത് ഞാനിത് പൊക്കി. കാരണം ഇത് ഒരിടത്തും വേറെ ആരും വന്ന് ചെയ്തതല്ല. ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ യൂട്യൂബിൽ കണ്ടു. അതിനുശേഷം ഈ സാധനത്തെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇങ്ങനെയാക്കി ഇങ്ങനെ ചെയ്താൽ വിജയിക്കുമെന്നുള്ളത് നോക്കി. അതിനുശേഷം എന്നാൽ പിന്നെ ഇതിൻ്റെ അടിയിൽ ഇരിക്കാനുള്ളൊരു ഫുഡ് കഴിക്കാനുള്ള സംവിധാനത്തിലാണ് നമ്മൾ ഈ ഹട്ടിൽ ഇതുണ്ടാക്കണം. ഇതിന്റെ സൗന്ദര്യത്തിന്റെ ക്രെഡിറ്റ്സ് നമ്മൾ എടുക്കത്തില്ല, അത് സൂര്യക്കാണ്. ഇതിന്റെ എഫേർട്ട് മൊത്തം ചെയ്തിരിക്കുന്നത് ഇദ്ദേഹം. ഫാമിലികൾ വരണം, ഒരുപാട് എൻജോയ് ചെയ്യണം, വളരെ റീസണബിൾ ആയിട്ട് കൊടുക്കുക. അത് മാത്രമല്ല ഒരുപാട് ലോക്കലൈസ് ചെയ്തിട്ട് സാമൂഹിക വിരുദ്ധരുടെയൊക്കെ ഒരുപാട് ശല്യങ്ങളൊക്കെ മുമ്പ് അനുഭവിച്ചിട്ടുണ്ട്. ലോകത്ത് കള്ള് ഷാപ്പുകൾ ഒത്തിരി ചേഞ്ച് ആയിട്ട് മദ്യക്കച്ചവടം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അതിനകത്ത് ഞാൻ പറയട്ടെ, ഇവിടെ കേരളത്തിൽ ഇത് പരസ്യം ചെയ്യാൻ പാടാത്തൊരു സാധനമാണ് എന്ന് പറയുന്നു. എന്താ നമ്മളെ സംബന്ധിച്ചുള്ള മലയാളിക്ക് ഇപ്പോഴും ഒരു കൺസെപ്റ്റ് ഉണ്ട് അതിൻ്റെ അകത്ത്. മദ്യം കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് ഒളിച്ചും പാത്തുവരുന്ന് കഴിക്കണം. എവിടെയെങ്കിലും അടച്ചു പൂട്ടിയൊരു സ്ഥലത്ത് നമ്മളെവിടെയെങ്കിലും ഒരു കൂടാരം ഉണ്ടെങ്കിൽ ആ കൂടാരത്തിനകത്ത് മാത്രം കഴിയുന്നതാണ് നമ്മളൊരു മതി. പക്ഷെ ലോകത്തിലൂടെ നമ്മൾ എവിടെ സഞ്ചരിച്ചാലും ശരി, ഏത് സ്റ്റേറ്റിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും നമ്മൾ സഞ്ചരിക്കുന്ന വഴിയുടെ അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് സായിപ്പന്മാർ അവിടെ ഇരുന്നിട്ട് ബിയറും വൈനും കഴിക്കുകയും അവരവിടെ നിന്ന് ആഹാരം കഴിക്കുകയും ചെയ്യും. അതിൻ്റെ അകത്ത് നമ്മളതിൻ്റെ ഇടവഴി നടന്നു പോകുന്നു ഇല്ലേ? ഇന്ത്യയിൽ തന്നെ പല സ്റ്റേറ്റുകളും ഉണ്ട്. നമ്മളവിടെ ഒരു സ്ഥലത്തും നമ്മൾ നോക്കാറില്ല. അവരുടെ പ്രൈവസിയിൽ നമ്മൾ എത്തിവരിച്ച് നോക്കാറില്ല, നമ്മളെ അവരും ശ്രദ്ധിക്കാറില്ല. ഇവിടെ നമുക്ക് ഒളിച്ചും പാത്തി ഇടുന്ന മദ്യം കഴിച്ചെങ്കിലും നമുക്കിവിടെ സമാധാനമില്ലേ? പക്ഷെ നമ്മൾ അവകാശപ്പെടുന്നത് നമ്മളാണ് വലിയ സിവിലൈസ്ഡ്, നമ്മളാണ് സാക്ഷരത ഉള്ള. അത് പറഞ്ഞ കാര്യമല്ല. അവർ ജീവിതം എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആളുകൾ ജീവിതം എൻജോയ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഞങ്ങൾ ശ്രമിക്കുന്ന വേറെ ഒന്നുമല്ല. എൻ്റെ അകത്ത് ഒരു യൂറോപ്യൻ ക്വാളിറ്റി, ആ നിലവാര ഫുഡിലും ഈ പറയുന്ന കള്ളിലും കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് സ്റ്റാൻഡേർഡ്. ഇതിൻ്റെ കലർപ്പുണ്ടാകാൻ പാടില്ല. എന്തിനതിൻ്റെ അകത്ത് കലർപ്പ് ചെയ്യുന്നതിൻ്റെ അകത്ത് ഏറ്റവും സുന്ദരമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ആൽക്കഹോൾ കണ്ടന്റുള്ളൊരു പാനീയമാണ് ശരിക്കും കള്ള്. ലോകത്തിൽ ഏറ്റവും ടേസ്റ്റുള്ള ആൽക്കഹോളിക് ഡ്രിങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ കള്ളെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ബാക്കി രാജ്യങ്ങൾ ശ്രീലങ്ക പ്രൊമോട്ട് ചെയ്യുന്നു. അവർ ടിന്നിലടച്ച് ലോകത്തിന്റെ ഇവിടെ നിന്ന് തന്നെ ഈ പാലാഭാഗത്ത് തന്നെ പാക്ക് ചെയ്യുന്ന പുളിശ്ശേരിയും അവിയലും സാമ്പാറും ഒക്കെ ഞങ്ങൾക്ക് അയർലൻഡിൽ ഒരു വർഷത്തേക്ക് കിട്ടുമായിരുന്നു. എക്സ്പയറി ഡേറ്റ് ഒരു വർഷത്തേക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നുള്ള കള്ളോടെ കിട്ടിക്കൂടാ? മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. ഏറ്റവും ടേസ്റ്റുള്ള മീൻ അതാ കഴിച്ചിരിക്കുന്നത്. ഷെഫിന്റെ മീൻ സിമ്പിൾ. ഏറ്റവും ടേസ്റ്റുള്ള നല്ല കായൽ കാളാഞ്ചി, കായൽ ചെമ്പല്ലി, തിരുത. ഇത് കഴിച്ചിട്ടുള്ളൂ. വേറെ ഏത് കടൽ മീനും ഉള്ളൂ ഇതിൻ്റെ അകത്ത്. നിങ്ങൾ ധൈര്യപ്പെട്ട് കഴിച്ചു. അതിൻ്റെ അകത്ത് ആ മീൻ രാവിലെ ഞങ്ങൾക്ക് ജീവനോടെ പിടയ്ക്കുന്ന മീനുകൾ ഞങ്ങൾക്ക് കിട്ടാനുണ്ട്. രാവിലെ ഞങ്ങളുടെ കൈ കിട്ടുമ്പം അതിന് ജീവനുണ്ടാവും. ആ മീൻ ഞങ്ങളിവിടെ തരാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ അതേ മീൻ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ നോക്കിയോണ്ടത് അതിൻ്റെ അകത്ത് നല്ല കിടുക്കനൊരു വാളയാണ്. വേണേ കൊണ്ട് കാണിക്കണം. വാള കാണണോ? ആറ്റുവാള. ആറ്റുവാള എടുത്തോ, ഫ്രഷ് ആറ്റുവാള എടുത്തോ. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരു ബിസിനസ് ഓണർ ആണെങ്കിൽ 2 മണിയാകുമ്പോഴത്തേക്ക് ചന്തയിൽ പോയി. എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഒരു കള്ളി ഷാപ്പിൽ നടക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ബിക്കോസ് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ ഇദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഹിസ് വൈഫ് ഇസ് വെൽ സെറ്റിൽ. അയർലൻഡിലാണ്, ഫാമിലി ഫുൾ അയർലൻഡിലാണ്. യൂറോയാണ് വരുന്ന, ഡോളറും അല്ല. മനസ്സിലായില്ല. ഞാൻ വിളിക്കാൻ പറയാം, ഷെഫേ ഞാൻ ഇന്ന് നേരത്തെ പോവാം, രാത്രി 2 മണിയാകുമ്പോൾ എനിക്ക് കുമരകത്ത് പോയി കുറച്ച് മീനെടുക്കണം. ഞാൻ കുറച്ച് കൊള്ളാമല്ലോ, വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പ്യാൽ. ഇപ്പോൾ കിടില ഫിഷ്. ഈ ഫിഷ് കൊണ്ടുവന്നാലേ ഇൻഗ്രീഡിയൻസ് മാറ്റേഴ്സ്. പിന്നെ എനിക്ക് മാജിക് കാണിച്ചൂടെ? എൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രഷ് ഫിഷ് കൊടുക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് സ്ഥാപനമായിരിക്കണം ഷെഫ് നളൻ ആൻഡ് മൂക്കൻസ് ട്രോപ്പിക്കൽ ടോഡി ലോഞ്ച്. വേണ്ട ക്ലോസ് എടുത്തോ. ബാ. നല്ല മീശയൊക്കെയുള്ള നല്ല ആറ്റുവാള. മീശ ഉണ്ടോ? ഇത്
ഇതാണ് ഇവിടുത്തെ. ഇതൊക്കെ കഴിക്കാൻ ഒരു തല്ലിനടുത്തൊക്കെ കണ്ടോ നല്ല മീശയൊക്കെ ഉള്ള നല്ല ഫ്രഷായിട്ടുള്ളതാണ്. അത് ഇതിൻ്റെ നിങ്ങൾ ചെകളയൊക്കെ നോക്കി അതിൻ്റെ അകത്ത് ഇത് നല്ല ചുമല കളറിൽ തന്നെ ഇരിക്കും അതിൻ്റെ അകത്ത് കണ്ടോ. ആ പശപ്പ് കാണുന്നുണ്ടോ? കാണുന്നുണ്ട് ഒരു ഒരു ഗമ്മ് പോലെ ഫീൽ ചെയ്യുന്നതാണ്. ഇത് പശപ്പൊന്നും മാറിയിട്ടില്ല, ഫ്രഷായിട്ട് തന്നെ കിട്ടിയ. എൻ്റെ കിട്ടുമ്പോൾ ഇവന് ജീവനുണ്ട്. താങ്ക് യു. ഇങ്ങനെ മീൻ കിട്ടിക്കഴിഞ്ഞാൽ ആര് കുക്ക് ചെയ്യാതല്ല. ഇതുപോലുള്ള ഫ്രഷ് ഐറ്റംസും ഇങ്ങനെയുള്ള അപ്പോൾ ശ്രുതി പറ, ഇങ്ങനെ ബാക്കി ശ്രുതി പറയൂ. ആ അത് വൈൽഡ് കളർ ഇവിടെ തന്നെ വരണം. ഷെഫ് നളിൻസ് ആൻഡ് മൂക്കിൻസ് ട്രോപ്പിക്കൽ ടോഡി ലോഞ്ച് ഡൈനിലേക്ക്. King and Queen. Kings and Queen, okay. താങ്ക് യു അച്ഛാ. താങ്ക് യു. കയ്യിൽ മീൻ്റെ ഇതാ. അതൊന്നും കുഴപ്പമില്ല. Thank you so much. Sir. We'll meet you again. കയ്യിൽ മീനാണ്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.